രാസലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി ഒളിവിൽ. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തൊപ്പിയുടെ വീട്ടിൽ നിന്നാണ് ഈ രാസലഹരി പിടികൂടിയത്. എന്തായാലും തൊപ്പി അറിയാതെ ആ ഒരു സാധനം അവിടെ വരത്തില്ല. ഞാൻ അറിഞ്ഞതല്ല, സത്യമായിട്ട് ഞാനിത് അറിഞ്ഞതല്ല. കേസിൽ ഉൾപ്പെട്ട 3 പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. ഇവൻ മഹാ തെണ്ടി തന്നെ. എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നു. ഇതിലിപ്പോൾ നിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എനിക്കാരോ? എന്തിന്? പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ നിന്നെ എനിക്ക് കാണണമെന്ന് തോന്നിയാലോ? പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത്. നിന്റെ വഴി അല്പം വളഞ്ഞുപോയി. നീ കാണിച്ച് വിവരക്കേടാ. കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത്. ഇവനാള് മോശമില്ലല്ലോ, ഇവന് തന്നെയാ പരിപാടി. മൊത്തം ആകെ ഈ കേസിൽ 8 പേരാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. തൊപ്പി ഇതിനകത്ത് തന്റെ ഫ്രണ്ട്സ് കാരണം പെട്ടുപോയതാണോ അതോ തൊപ്പി ഇനി ഇതിന് അഡിക്റ്റ് ആയി പോയതാണോ എന്ന് നമുക്കറിയില്ല. തൊപ്പി ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ, ശരിക്കിരുത്ത് ചങ്കിച്ചല്ലേ. ഇത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. ഞാനൊരു പാടും കയറാൻ വന്നതാ. ജാമ്യം കിട്ടുന്ന യാതൊരു ഹോപ്പും വേണ്ട. യോഗം ഉണ്ടെങ്കിൽ 10-14 വർഷം കഴിഞ്ഞ് കാണാം. ഈ കേസിൽ പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് എന്ന തൊപ്പി ഒളിവിൽ പോയത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ, എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാൽ? ശ്യാം, ഈ തൊപ്പി എന്ന നിഹാദിന്റെ 3 സുഹൃത്തുക്കളെ പ്രതിയാക്കിയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ നന്നായി. കൊടുക്കേണ്ടത് അപ്പൊ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അവനൊക്കെ തലേക്ക്. ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്, ഉടനടി അറസ്റ്റ് ചെയ്യേണ്ട കുറ്റം കൂടിയാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം കൂടിയാണ്. ഏതായാലും എന്റെ കാര്യം പോക്കാം. കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ഓക്കെ, ഈ ന്യൂസ് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തൊപ്പി പെടും, ഉറപ്പായിട്ടും പെടും. ഒന്നത്തെ കാര്യം, സാധനം പിടിച്ചേക്കുന്ന അവന്റെ വീട്ടിൽ നിന്നാണ്. നോക്കിട്ട് തന്റെ കാര്യം പോക്കാം. പക്ഷെ ഈ കേസിൽ അയാൾ പ്രതിയല്ല എന്നാണ് എനിക്ക് കിട്ടിയ ക്ലിയർ റിപ്പോർട്ട്. പ്രിയമുള്ളവരെ, ഇവനൊരു മണ്ടനായി പോയി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. പാലാരിവട്ടം CA എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അടിക്കരുത് പറയാൻ പറഞ്ഞു. SP ലൈനിലുണ്ട് സാർ. ആ കേസിൽ തൊപ്പി പ്രതി അല്ല അല്ലേ? അപ്പൊ സത്യത്തിൽ ഈ പറയുന്ന ആള് മണ്ടത്തരാണ് കാണിച്ചത്. മണ്ടത്തരമായി പോരാ മോനെ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. ഞാൻ പോകുന്നു. ബൈ ബൈ.